Hi students, welcome back to SS class. We are discussing second chapter from trade to power. In this chapter we are discussing some European countries who came to India for trade, then they catch the power of India. First among them was Portuguese, then Dutch, then English, then French. For European countries they came to India for trade, then they try to catch the power of India that we have discussed in the last class. May I ask you one question? Who constructed St. Angelo Fort at Kannur? Which European country constructed St. Angelo Fort at Kannur? Yes, Portuguese were constructed St. Angelo Fort at Kannur. Good. Okay. Today we are going to discuss the heading, the competition for the monopoly of trade. വ്യാപാരത്തിന്റെ കുത്തക സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ. 4 യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു? പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, ഇംഗ്ലീഷുകാർ വന്നു. ഈ 4 യൂറോപ്യൻ രാജ്യങ്ങളും കച്ചവടം ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളാണ്. അതിൽ പോർച്ചുഗീസുകാരെ കോഴിക്കോട്ടെ സാമൂതിരി രാജാവിന്റെ നാവികപ്പട, കുഞ്ഞാലിമരക്കാർ നയിച്ചിട്ടുള്ള നാവികപ്പട പരാജയപ്പെടുത്തി അവർക്ക് ഇന്ത്യയിലുള്ള ഗ്രൗണ്ട് നഷ്ടപ്പെട്ടു. മറ്റൊന്ന് ഡച്ചുകാർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുളച്ചൽ യുദ്ധത്തിൽ വെച്ചിട്ട് മാർത്താണ്ഡവർമ്മ ആരെ പരാജയപ്പെടുത്തി? ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അങ്ങനെ ഈ 2 രാജ്യങ്ങളുടെ ഗ്രൗണ്ട് ഫസ്റ്റ് ടൈമിൽ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ബാക്കിയുള്ളത് ഫ്രഞ്ചുകാരും അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരുമാണ്, ഇംഗ്ലണ്ടുകാരുമാണ്. ഫ്രഞ്ചുകാരും ഇംഗ്ലണ്ടുകാരും ഇന്ത്യയിലെ ആധിപത്യം പിടിക്കുന്നതിന് വേണ്ടി ഒരുപാട് യുദ്ധങ്ങൾ അവർ തമ്മിൽ നമ്മുടെ രാജ്യത്ത് നടക്കുകയുണ്ടായി. ഈ യുദ്ധങ്ങളൊക്കെ പൊതുവെ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ, കർണാട്ടിക് വാർ എന്നാണ് ഇതൊക്കെ പൊതുവെ അറിയപ്പെടുന്നത്. ഫലം എന്തെന്ന് വെച്ചാൽ അതിന്റെ അൾട്ടിമേറ്റ് ഫലം അവസാനം ഫ്രഞ്ചുകാരാണ് തോറ്റിട്ടുള്ളത്. ഫ്രഞ്ച് വർ ഡിഫീറ്റഡ് ബൈ ഇംഗ്ലണ്ട് എന്നുള്ളതാണ് അതിന്റെ അൾട്ടിമേറ്റ് ഫലം. ആ സംഭവമാണ് നമ്മൾ ഇതിനകത്ത് ഈ പാരഗ്രാഫിനകത്ത് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. The European countries competed for monopolizing trade with India. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ വ്യാപാരത്തിന്റെ കുത്തക കിട്ടുന്നതിന് വേണ്ടി മത്സരിച്ചിരുന്നു. The Portuguese and Dutch were defeated at very beginning of this competition. ഈ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഡച്ചുകാരും പോർച്ചുഗീസുകാരും പരാജയപ്പെട്ടു. The French and English became locked in intense rivalry. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തീവ്രമായ ശത്രുതയിലേക്ക് മാറി. The conflict between the foes lasted long. ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളെ ഒരുപാട് കാലം നീണ്ടു നിന്നു. The series of conflict between French and English in South India was known as Carnatic War. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മില് സൗത്ത് ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധങ്ങള് പൊതുവെ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? കർണാട്ടിക് വാർസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അൾട്ടിമേറ്റ്ലി ദ ഫ്രഞ്ച് വർ ഡിഫീറ്റഡ്. അവസാനം ആരാണ് പരാജയപ്പെട്ടത്? ഫ്രഞ്ചുകാരെ പരാജയപ്പെട്ടു. ഇനി നെക്സ്റ്റ് സബ്ഹെഡിങ്, ദ കമ്പനി ഗെയിൻസ് പവർ. കമ്പനി എന്നുള്ളത് ഏതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 4 യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിലേക്ക് വന്നു. ആരൊക്കെയാണ്? പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഫ്രഞ്ചുകാര്, അതുപോലെ തന്നെ ഇംഗ്ലണ്ടുകാര്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പോർച്ചുഗീസുകാര്, ഡച്ചുകാരൊക്കെ ആദ്യം തന്നെ ഇവിടെ നിന്ന് പരാജയപ്പെട്ടു പോയി. പിന്നീട് ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ കുറെ യുദ്ധങ്ങൾ നടന്നു, കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നു. അതിന്റെ അവസാനം ഫ്രഞ്ചുകാരും പരാജയപ്പെട്ടു. അതോടുകൂടി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂറോപ്യൻ ശക്തിയായിട്ട്, അധികാരം കൈയാളുന്ന യൂറോപ്യൻ ശക്തിയായിട്ട് ആരും മാറി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാറി. ഇംഗ്ലീഷുകാരെ 1600 രൂപീകരിച്ച, ഇന്ത്യയുമായി വ്യാപാരം നടത്തുന്നതിന് വേണ്ടി അവരെ രൂപീകരിച്ച ഒരു കമ്പനിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ കമ്പനി ഇന്ത്യയിലെ അധികാരം പിടിച്ചടക്കുകയാണ്. ബ്രിട്ടീഷുകാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമകളായിരുന്നു ബ്രിട്ടീഷുകാർ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോളനികൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ബ്രിട്ടീഷുകാർ.
അവര് ഇന്ത്യയില് കച്ചവടത്തിന് വന്നു. ഇവിടെ കമ്പനിയൊക്കെ ഉണ്ടാക്കി. കമ്പനിയുടെ കീഴിൽ ഒരുപാട് കച്ചവടങ്ങളൊക്കെ നടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി എന്ത്, ഇത് ഇന്ത്യയുടെ അധികാരം ഏതെങ്കിലും നാട്ടുരാജാക്കന്മാരൊക്കെ പരാജയപ്പെടുത്തി അധികാരം കിട്ടുകയാണെങ്കിൽ കൂടുതൽ ലാഭമുണ്ടാക്കാൻ സാധിക്കുമെന്നവർ മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂഷ്ടമായ പ്രദേശമുള്ള ബംഗാൾ, ഗംഗാ നദീതടമുള്ള ഡെൽറ്റ പ്രദേശങ്ങളൊക്കെയുള്ള ഫലഭൂഷ്ടമായ മണ്ണുള്ള നല്ല കൃഷി ചെയ്യാൻ അനുയോജ്യമായ പ്രദേശമാണ് ബംഗാൾ. ആ ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗലയുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയും ആ യുദ്ധത്തിൽ സിറാജുദ്ദൗലയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ യുദ്ധം അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. ആ പേരെന്തെന്നറിയോ? പ്ലാസി യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. പ്ലാസി വാർ 1757 1757 പ്ലാസി വാർ നടക്കുന്നത്. അപ്പൊ പ്ലാസി യുദ്ധത്തോട് കൂടിയിട്ടാണ്. പ്ലാസി യുദ്ധം ആര് തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗലയും തമ്മിലായിരുന്നു. അതിൽ ആരാണ് പരാജയപ്പെട്ടത്? സിറാജുദ്ദൗല പരാജയപ്പെട്ടു. അതോട് കൂടിയിട്ടാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ അധികാരം പിടിച്ചെടുക്കുന്നത്. പിന്നീട് 1764 നടന്നിട്ടുള്ള ബോക്സർ യുദ്ധത്തോടു കൂടി ബംഗാളിന്റെ മുഴുവൻ അധികാരം ആരുടെ കയ്യിലേക്ക് എത്തി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലേക്ക് എത്തി. 1764 നടന്ന ബോക്സർ യുദ്ധത്തോടു കൂടി മുഴുവനായും ബംഗാളിന്റെ മുഴുവൻ ഭാഗങ്ങളും, അന്നത്തെ ബംഗാൾ രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ആരുടെ കയ്യിലേക്ക് എത്തി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലേക്ക് എത്തി. ഇനി നമുക്ക് ഇവിടെ ടെക്സ്റ്റില് പ്ലാസി യുദ്ധത്തെക്കുറിച്ചും ബോക്സർ യുദ്ധത്തെക്കുറിച്ചും ഒരു ചെറിയ കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. The British could succeed the Battle of Plassey through the secret alliance in which Robert Clive, the commander-in-chief of British Army, forged with Mir Jafar, the commander-in-chief of Sirajuddaulah. സിറാജുദ്ദൗലയുടെ, ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗലയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന മിർ ജാഫറുമായിട്ടുണ്ടാക്കിയിട്ടുള്ള രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ, പ്ലാസി യുദ്ധത്തിൽ ആര് ജയിച്ചിട്ടുള്ളത്? ബ്രിട്ടീഷുകാരെ ജയിച്ചിട്ടുള്ളത്. However, the success in Boxer was solely due to the superior British military power. എന്നാൽ ബോക്സർ യുദ്ധത്തിലെ ബ്രിട്ടീഷുകാരുടെ സൈനിക ബലം കൊണ്ട് തന്നെയാണ് അവര് ജയിച്ചിട്ടുള്ളത്. They defeated combined force of Shah Alam, the Mughal emperor, Sirajuddaulah, the Nawab of Oudh, then Mir Qasim, the former Nawab of Bengal. ഈ 3 ആളുകളുടെ സംയുക്ത പടയെയാണ് ബ്രിട്ടീഷുകാർ തോൽപ്പിച്ചിട്ടുള്ളത്. ആരുടെയൊക്കെയാണ്? ഷാ ആലം, മുഗൾ രാജാവായിരുന്ന ഷാ ആലം, അതുപോലെ തന്നെ ഔദിലെ നവാബായിരുന്ന സിറാജുദ്ദൗല, അതുപോലെ തന്നെ ബംഗാളിലെ മുൻ നവാബായിരുന്ന മിർ ഖാസിം. ഇവരുടെ 3 പേരുടെയും സൈന്യത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ബോക്സർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ അധികാരം പിടിച്ചടക്കിയിട്ടുള്ളത്. ഇനി ഇവിടെ ചോദ്യമുണ്ട്. ആ ചോദ്യം നോക്കാം. വാട്ട് വർ ദ ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ഗെയിൻ പവർ ഇൻ ബംഗാൾ? ബംഗാളിൽ അധികാരം പിടിച്ചെടുക്കാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രചോദിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിന് ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അഗ്രികൾച്ചറൽ പ്രോസ്പെറിറ്റി ആൻഡ് ദ കൺവീനിയന്റ് ട്രേഡ് ഫെസിലിറ്റീസ് പ്രോംപ്റ്റഡ് ദ കമ്പനി ടു ക്യാപ്ചർ പവർ ഇൻ ബംഗാൾ. എന്തൊക്കെയാണ്? അഗ്രികൾച്ചറൽ പ്രോസ്പെറിറ്റിയും അതുപോലെ തന്നെ കൺവീനിയന്റ് ട്രേഡ് ഫെസിലിറ്റീസും, ഇത് രണ്ടുമാണ് ബംഗാൾ പിടിച്ചെടുക്കാൻ കമ്പനിയെ പ്രചോദിപ്പിച്ച ഘടകങ്ങൾ. ബംഗാളിലെ ഗംഗാ നദീതട പ്രദേശങ്ങളൊക്കെ വളരെ ഫലഭൂഷ്ടമായ പ്രദേശങ്ങളാണ്. അപ്പൊ കൃഷിക്ക് വളരെ അനുയോജ്യമായ പ്രദേശമാണ്. ഒപ്പം തന്നെ കൊൽക്കത്ത തുറമുഖമൊക്കെ വളരെ പ്രസിദ്ധമാണ്. അവിടുന്ന് സ്ഥലങ്ങളെ ബ്രിട്ടനിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഇന്ത്യയുടെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്കും ഒക്കെ എത്തിക്കാൻ സൗകര്യപ്പെടുന്ന തുറമുഖ നഗരമുള്ള ഒരു പ്രദേശമാണ് ബംഗാൾ. അതുകൊണ്ടാണ് അവരെ ബംഗാൾ പിടിച്ചടക്കാൻ തീരുമാനിച്ചത്. ഇനി നെക്സ്റ്റ് സബ് ഹെഡിങ്, ദ റെയിൻ എക്സ്പാൻസ്. ഓക്കെ, നിങ്ങളെ ടിപ്പു സുൽത്താനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ടിപ്പു സുൽത്താൻ, മൈസൂർ രാജാവായിരുന്നു ടിപ്പു സുൽത്താൻ.
ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തമായ ഭരണാധികാരികളായിരുന്നു ടിപ്പു സുൽത്താനും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹൈദർ അലിയും ഒക്കെ. ടിപ്പുവിന്റെയും സുൽത്താൻ ഹൈദർ അലിയുടെയും കാലത്ത് മൈസൂർ രാജ്യം വികസിക്കുകയും കൂടുതൽ പ്രദേശങ്ങള് ഈ ഭരണാധികാരികളുടെ അധീനതയിലാവുകയും ചെയ്തു. ഇവരുടെ പ്രദേശങ്ങൾ മലബാർ ഏരിയയിലേക്ക്, നമ്മളൊക്കെ ഉൾപ്പെടുന്ന ഈ മലബാർ ഏരിയയൊക്കെ അന്ന് ടിപ്പുവിന്റെ പടയോട്ടമുണ്ടായ കാലത്ത് ടിപ്പുവിന്റെ അധീനതയിലായി. അപ്പോ ഇവിടെയൊക്കെ ബ്രിട്ടീഷുകാർ നടത്തിയിരുന്ന അവരുടെ കച്ചവടങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയായി. പല സ്ഥലങ്ങളിലും ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിച്ചുകൊണ്ട് അവിടെയൊക്കെയുള്ള കച്ചവടത്തിന്റെ ആ പ്രദേശത്തിന്റെ മേൽക്കോയ്മ ടിപ്പു പിടിച്ചടക്കി. ഇത് ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിനോട് വലിയ പകയുണ്ടായി. ടിപ്പുവിനെതിരെ ബ്രിട്ടീഷുകാരെ നിരവധി യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. ടിപ്പുവിനെതിരെ ബ്രിട്ടീഷുകാർ ചെയ്ത യുദ്ധങ്ങള് ആംഗ്ലോ മൈസൂർ വാർ എന്നാണ് അറിയപ്പെടുന്നത്. 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. 3 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിലും ടിപ്പു ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി. 3ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലാണ് മലബാർ മേഖലയൊക്കെ പിടിച്ചടക്കിയത്. ശ്രീരംഗപട്ടണം ഉടമ്പടി ഉണ്ടാക്കിയിട്ട് അതിലൂടെ മലബാർ ഏരിയ ടിപ്പു സുൽത്താന്റെ അധീനതയിലാക്കിയിട്ടുള്ളത്. ഇത് കൂടാതെ ടിപ്പു ഫ്രഞ്ചുകാരുമായിട്ട് സൗഹൃദത്തിലായിരുന്നു. ഇതും ബ്രിട്ടീഷുകാരെ വളരെയേറെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ ശത്രുതയിലുള്ള ആളുകളായിരുന്നു ഫ്രഞ്ചുകാർ. കുറെ യുദ്ധങ്ങള് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ളതാണ്. ഇന്ത്യയിലെ വ്യാപാരത്തിന്റെ കുത്തക സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കർണാട്ടിക് വാർസ്, അതൊക്കെ നടന്നിട്ടുള്ളതാണ്. അപ്പോ ടിപ്പു സുൽത്താനും ഫ്രഞ്ചുകാരും തമ്മിൽ സൗഹൃദത്തിലായതും കൂടുതൽ പ്രദേശങ്ങളിൽ ടിപ്പു പിടിച്ചടക്കുന്നതും ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിനോടുള്ള പക വർദ്ധിക്കാൻ കാരണമാവുകയും അവസാനം 4ാമത്തെ ആംഗ്ലോ മൈസൂർ വാറിൽ വെച്ച് ടിപ്പു കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ധീരനായ ഒരു പോരാളിയായിരുന്നു ടിപ്പു സുൽത്താൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ ബംഗാൾ പിടിച്ചടക്കിയിട്ടുള്ളത് അല്ലെ. 3 രാജാക്കന്മാരുടെ സൈന്യത്തെ വളരെ ശക്തമായി ചെറുത്ത് തോൽപ്പിക്കാൻ കഴിവുള്ള സൈനിക ബലം അന്ന് ബ്രിട്ടീഷുകാർക്കുണ്ട്. ആ സൈനിക ബലമുള്ള ബ്രിട്ടീഷുകാരെയാണ് ടിപ്പു 3 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 4ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു കൊല്ലപ്പെടുന്നത് തന്നെ ഒരു ചതി പ്രയോഗത്തിലൂടെ ടിപ്പുവിനെ കൊല്ലുകയായിരുന്നു. അപ്പൊ അത്രയും ശക്തമായി ധീരമായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുള്ള ഒരു പോരാളിയായിരുന്നു ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത്. മൈസൂർ ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയതോട് കൂടിയിട്ട് മലബാർ, കൂർഗ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്ക് മാറി. പിന്നീട് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കിയിട്ടുള്ള ഇന്ത്യയിലെ മറ്റൊരു പ്രദേശമായിരുന്നു മറാത്ത രാജ്യം. മറാത്ത രാജ്യത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മറാത്ത രാജ്യം ബ്രിട്ടീഷുകാർ പിടിച്ചടക്കി. മറാത്തികളുടെ പ്രിൻസിലി സ്റ്റേറ്റ്സ് ആയിരുന്ന സിന്ധ്, പഞ്ചാബ്, അവധ് ഈ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷുകാര് പിടിച്ചടക്കുകയുണ്ടായി. സൈനിക ബലം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറാത്ത രാജ്യത്തെ പരാജയപ്പെടുത്തുകയും മറാത്തികളുടെ പ്രദേശമായിട്ടുള്ള സിന്ധ്, പഞ്ചാബ്, അവധ് ഒക്കെ തന്നെ ബ്രിട്ടീഷുകാരെ പിടിച്ചടക്കുകയും ചെയ്തു. ഇങ്ങനെ ശക്തമായ മിലിറ്ററി സന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ നിരവധിയായിട്ടുള്ള പ്രിൻസിലി സ്റ്റേറ്റുകളെ ബ്രിട്ടീഷുകാരെ പിടിച്ചടക്കി. അങ്ങനെ ഇന്ത്യയുടെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. ബാക്കിയുള്ള കുറച്ച് സ്റ്റേറ്റുകളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി ചില നിയമനിർമ്മാണങ്ങൾ അവർ നടത്തി. അതിലൊന്ന് സബ്സിഡറി അലയൻസ് ആണ്. സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയും. സബ്സിഡറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ. അത് കൊണ്ടുവന്നിട്ടുള്ളത് ലോർഡ് വെല്ലസ്ലിയാണ്. വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്നതാണ് സബ്സിഡറി അലയൻസ്. ഈ കരാറിൽ ഒപ്പുവെക്കുന്ന രാജ്യത്തെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും രാജ്യക്കാരെ ആക്രമിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ആ രാജാവിന്റെ സ്ഥാനം തെറിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ രാജ്യത്തിനകത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അപശബ്ദങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെല്ലാം തന്നെ ബ്രിട്ടീഷുകാർ അവരുടെ സൈനിക സന്നാഹം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തി കൊടുക്കാം എന്നുള്ളതാണ് സൈനിക സഹായ വ്യവസ്ഥ. സൈന്യം കൊണ്ട് സഹായം ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഈ വ്യവസ്ഥ പറയുന്നത്. മറ്റൊന്ന് ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ഡോക്ട്രിൻ ഓഫ് ലാപ്സെ ആണ്.
അഥവാ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയും. അഥവാ ഒരു രാജ്യത്തിലെ രാജാവ് അനന്തരാവകാശികളില്ലാതെ, അനന്തരാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ അനന്തരാവകാശികളില്ലാതെ മരണപ്പെടുകയാണെങ്കിൽ അയാളുടെ രാജ്യത്തിന്റെ അവകാശം ആരിലേക്ക് പോകുന്നു? ബ്രിട്ടീഷുകാരിലേക്ക് പോകുന്നതാണ് ദത്തവകാശ നിരോധന നിയമം. അപ്പോൾ ഒരു രാജാവ് അനന്തരാവകാശികളില്ലാതെ മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ രാജ്യത്തിന്റെ അധികാരം പിന്നീട് ബ്രിട്ടീഷുകാർക്കായിരിക്കും എന്നുള്ളതാണ്. ഈ രീതിയിലൂടെയും ഇന്ത്യയിലെ പല ഭാഗങ്ങളും ആരെ അധീനപ്പെടുത്തി? ബ്രിട്ടീഷുകാരെ അധീനപ്പെടുത്തി. ഇനി നമുക്കിവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്താണ്? The British adopted different strategies to annex the princely states. Discuss the statement and prepare a note. പ്രിൻസിലി സ്റ്റേറ്റുകളെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി, ബ്രിട്ടീഷ് രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാര് വ്യത്യസ്തമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതിന്റെ ഉത്തരമാണ് നമ്മളിവിടെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് യുദ്ധങ്ങളിലൂടെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ലെജിസ്ലേഷനിലൂടെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. യുദ്ധം ചെയ്ത് മിലിറ്ററി പവർ ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത് ഉപയോഗിച്ചത്. രണ്ടാമത്തത് ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ ഉപയോഗിച്ച് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. യുദ്ധത്തിലൂടെ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ നോക്കുക. ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ബക്സർ, അല്ലെ? ബക്സർ യുദ്ധത്തിലൂടെയും പ്ലാസി യുദ്ധത്തിലൂടെയും പിടിച്ചെടുക്കിയ പ്രദേശമാണ് ഇത് ബംഗാൾ. അതുപോലെ തന്നെ ആംഗ്ലോ മൈസൂർ വാർ, ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലൂടെ പിടിച്ചടക്കിയ പ്രദേശമാണ് മലബാർ, കൂർഗ് പ്രദേശങ്ങൾ. ദെൻ മറാത്ത വാറിലൂടെ പിടിച്ചടക്കിയിട്ടുള്ളതാണ് മറാത്ത പ്രദേശങ്ങൾ. ഇനി ലെജിസ്ലേഷൻ, ഒന്ന് സബ്സിഡറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ബ്രിട്ടീഷുകാർ അവരുടെ ഒപ്പം നിർത്തിയ പ്രദേശങ്ങളാണ് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയിട്ടുള്ളത്. ദെൻ ഡോക്ട്രിൻ ഓഫ് ലാപ്സെ, ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിട്ടുള്ള പ്രദേശമാണിത്. ഝാൻസി, സതാര, നാഗ്പൂർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങളെല്ലാം കൂടെ കൂട്ടി ബ്രിട്ടീഷ് ഇന്ത്യ ആക്കി അവർ മാറ്റി. അതിലൊരു യൂണിഫൈഡ് അഡ്മിനിസ്ട്രേഷൻ സംവിധാനം ഇന്ത്യ രാജ്യത്ത് അവരെ കൊണ്ടുവന്നു. അപ്പോ 1757 മുതൽ, അഥവാ പ്ലാസി യുദ്ധം മുതൽ 1757 മുതൽ 1857 വരെയുള്ള ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട്, അഥവാ 100 വർഷം കൊണ്ടാണ് ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ അവരുടെ അധീനതയിലാക്കി ഇന്ത്യയെ അവരുടെ ശക്തമായ ഒരു സാമ്രാജ്യമാക്കി മാറ്റിയിട്ടുള്ളത്. നിങ്ങൾ ഈ ചിത്രം നോക്കുക. ഇന്ത്യയുടെ ഔട്ട്ലൈൻ ആണിത്. ഇന്ത്യയുടെ ഔട്ട്ലൈനില് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രദേശം 1757 ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ വന്ന പ്രദേശമാണ്. അഥവാ പ്ലാസി യുദ്ധം നടക്കുന്ന സമയത്ത് ഇത്ര പ്രദേശം മാത്രമാണ് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ഉണ്ടായത്. ഇനി ഈ ചിത്രം നോക്ക്. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ, അറ്റ് ദ ബിഗിനിങ് ഓഫ് 19th സെഞ്ചുറിയാണ്. 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ, അഥവാ 1800 ശേഷമുള്ള, അതിന്റെ 1800 മുതൽ 1900 വരെ ഉള്ളതാണ് എന്ത്? 19ാം നൂറ്റാണ്ട്. അതിന്റെ ആരംഭ ഘട്ടത്തിൽ, സ്റ്റാർട്ടിംഗ് ടൈമില് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ വന്ന പ്രദേശം ആദ്യം ഉള്ളതിൽ നിന്ന് കുറച്ചും കൂടെ എന്തായിട്ടുണ്ട്? വ്യാപിച്ചിട്ടുണ്ട്, അല്ലെ? നേരത്തെ പറഞ്ഞ നമ്മുടെ മൈസൂർ പ്രദേശങ്ങളൊക്കെ അതിനകത്തേക്ക് വന്നു. അതുപോലെ തന്നെ മറാത്ത രാജ്യത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ അവരുടെ അധീനതയിലേക്ക് വന്നിട്ടുണ്ട്. കൂടുതൽ പ്രദേശങ്ങള് അവരുടെ അധീനതയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ 1757 എവിടെ മാത്രമുള്ളായിരുന്നു? ബംഗാളിൽ മാത്രമുള്ളായിരുന്നു. ദെൻ ഒരു 50 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി ഏകദേശം ഇത്ര കണ്ട് വർദ്ധിച്ചു. ഇനി ഈ ചിത്രം നോക്കുക. 1857 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ വന്ന പ്രദേശങ്ങളാണിത്. ആ സമയമായപ്പോഴേക്കും ഇന്ത്യയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ആരുടെ അധീനതയിലായിട്ടുണ്ട്? ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിട്ടുണ്ട്. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു യൂണിഫോം സിസ്റ്റം, അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ, വളരെ ശക്തമായ ഒരു സാമ്രാജ്യമാക്കി ഇന്ത്യയെ മാറ്റാൻ 1857 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. സെക്കൻഡ് ചാപ്റ്റർ, ഫ്രം ട്രേഡ് ടു പവർ. കച്ചവട ആവശ്യത്തിന് വേണ്ടി യൂറോപ്പിൽ നിന്ന്
വിവിധ രാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്പിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്ക് എത്തി. അവർ ഇന്ത്യയിൽ കച്ചവടം നടത്തി. കച്ചവടത്തിന് വേണ്ടി അവരിവിടെ കമ്പനികൾ ഉണ്ടാക്കി. പിന്നീട് ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വിശദീകരിക്കുന്നത്. അപ്പൊ ചാപ്റ്ററിന്റെ പേര് ഫ്രം ട്രേഡ് ടു പവർ. വന്നിട്ടുള്ള ആളുകൾ ആരൊക്കെയായിരുന്നു? പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, പിന്നെ ഇംഗ്ലീഷുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു അല്ലെ. അതിൽ ഫ്രഞ്ചുകാർ ഇവിടെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കി. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരുമാണ് ഇന്ത്യയിൽ കൂടുതൽ കാലം നിലനിന്നിട്ടുള്ളത്. പിന്നെ ഇന്ത്യയിലെ കച്ചവടത്തിന്റെ കുത്തക കിട്ടുന്നതിന് വേണ്ടി ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ തന്നെ യുദ്ധങ്ങളും മത്സരങ്ങളും ഉണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുമായിട്ട് ഇവർക്ക് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇംഗ്ലീഷുകാരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1757 പ്ലാസി യുദ്ധത്തോട് കൂടിയിട്ട് ബംഗാൾ പിടിച്ചടക്കി. ദെൻ ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കാൻ തുടങ്ങി. പിന്നെയോ ബംഗാളിൽ നിന്ന് പിന്നെ അവർ മൈസൂർ പിടിച്ചടക്കി. മൈസൂര് ടിപ്പു സുൽത്താനെ 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ വെച്ച് ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മൈസൂറിന്റെ അധീനതയിലുണ്ടായിരുന്ന മലബാർ കൂർഗ് പ്രദേശങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അതുപോലെ തന്നെ മറാത്ത രാജ്യത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മറാത്ത രാജ്യവും അവരുടെ അധീനതയിലാക്കി. പിന്നെയോ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് സബ്സിഡറി അലയൻസും ഡോക്ടറിൻ ഓഫ് ലാബ്സ് തുടങ്ങിയിട്ടുള്ള നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് മറ്റു പല പ്രിൻസിലി സ്റ്റേറ്റുകളും ബ്രിട്ടീഷുകാരുടെ അധീനതയിലാക്കി. 1757 മുതൽ 1857 വരെയുള്ള ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട് ഇന്ത്യയുടെ ഏറെക്കുറെ എല്ലാ പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുകയും വളരെ ശക്തമായ ഒരു സാമ്രാജ്യമായി ഇന്ത്യ ബ്രിട്ടീഷുകാർക്ക് മാറുകയും ചെയ്തു. ഇതാണ് ചാപ്റ്ററിന്റെ ആകത്തുക.